10 किस चीज की रेस हो रही है इनकी? उसके बाल की साइकिल रेस कर रहे हैं। सारे दोस्त ही लग रहे मुझे ये। ये खुश हो रहे के सारे। दोस्तों के साथ जब रहते तो ऐसे मजा आता ना। कितने बनाना स्टेडियम पूरा केले का वो है वो फार्म। गिरी है गया। ലോകത്ത് 3 തരം കുട്ടികളാണല്ലോ. മനസ്സിൽ ആഗ്രഹിച്ച പോലെ ഉറച്ച തീരുമാനത്തോടെ പഠിച്ച ജീവിത വിജയം നേടുന്നവരും അച്ഛനമ്മമാരുടെ ആഗ്രഹത്തിനൊത്ത് പഠിച്ച് ജോലി ചെയ്ത് ജീവിക്കുന്നവരും. ഇതിലൊന്നും പെടാത്ത മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്. എന്തിനാ പഠിക്കുന്നതെന്ന് അവർക്കും അറിയില്ല, പഠിക്കുന്നത് എന്തിനാന്ന് വീട്ടുകാർക്കോ ഇത് അങ്ങനെയുള്ളവരുടെ കഥയാണ്. ഓ Biopic of Billion Boys. Waja. वाजा വാഴത്തയുണ്ടോ? ഒരെണ്ണം ഉണ്ടായിരുന്നു, ആളെടുത്തു. रखा तो है वो. इसने खरीदा। ഇത് വേണം നിങ്ങളെടുത്തോ. अच्छा इसने खरीदा होगा. അത് സാരമില്ല, ഞാൻ അടുത്ത പ്രാവശ്യം വരെ മേടിച്ചോളാം. വേണ്ട വെച്ചോ, കുഴപ്പമില്ല. ശരി ശരി. രാധിക, രാധിക, നീ മമ്മൂട്ടിയും എടുത്തേ, ഇത് കൈയോടെ അങ്ങ് നട്ടേക്കാം. ഈ നേരത്തോ? പിന്നെ വാഴയൊക്കെ നേരവും കാലം ഉണ്ടല്ലോ. ഈ ഇരുട്ടത്തൊന്നും പറമ്പിലോട്ട് ഇറങ്ങണ്ട, പോയി കുളിച്ചിട്ട്. ഞാനേ മാങ്ങ ചെമ്മീനിട്ട് കറി വെച്ചിട്ടുണ്ട്. കുറെ നാളായി ശരീരം ഒന്ന് അനക്കിയിട്ട്. വാഴ പിന്നെ വെക്കാം. ये क्यों आ गया वापस? ये न ले गई। ये ले गया। उसने लेके चले गया अपने साथ. എന്തിനാ ഈ രാത്രി തന്നെ ഇത് നടന്നോ? നാളെ കാലത്തായാലും वो भी वही बोल रही। ये कितना प्यारा लग रहा है. അല്ലാതെ ക്ഷേമം ഞാൻ കിടക്കട്ടെ. എല്ലാ ദിവസവും നനയ്ക്കണേ. वाह कितना बड़ा हो गया. बड़ा हो गया। फ्रूट भी लग गया उसे. ओह काट दिया. बेच भी दिए केले. पक गए। चिप्स? उसका वो बन रहा है ना, पकोड़ा है वो। ഒരു പഴംപൊരി. केला फ्राई बोलते हैं उसे। अच्छा होता होगा. वही ये खा तो रहा उसी का है. अपने केले का वो खा रहा है। उसे मालूम भी नहीं है. उसका भी तो हो गया बेटा. हाँ. 5 രൂപ. ദാ, ബാക്കി പിന്നെ മേടിച്ചോളാവേ. ആ ശരി. वही केला जो लेके आया था उस दिन. ഒരു ഫീഡിംഗ് ബോട്ടിൽ, ഒരു ബേബി സോപ്പും പൗഡറും, ഒരു यही हाल होता है. അങ്ങനെ കൊണ്ടു. उनके बच्चे होते हैं. കുട്ടികൾക്കല്ലേ ബെസ്റ്റ്. എങ്കിൽ എനിക്ക് ഇത് മതി. ഇതൊരെണ്ണം, टॉयज. ഇതൊരെണ്ണം.
ശ്രദ്ധിച്ചേ. സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും പടം വരയ്ക്കാൻ ഇഷ്ടാണോ? എന്നാ നമുക്കൊരു പടം വരയ്ക്കാം. ഇതെന്താ? എം വെച്ചൊരു മരം വരച്ചാലോ? എം എഴുതിയിട്ട് ഇങ്ങനെ. കൊള്ളാവോ? എന്നാ എല്ലാരും ഇങ്ങനെ ഒരു എം വെച്ച് മരം വരച്ചേ. वो बनाई नहीं रहा। ലോകത്ത് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവുന്നതേ നമ്മൾ ഏറ്റവും ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് അതേപോലെ ഹാപ്പി ആയിരിക്കുന്ന ഒരാളെ കാണുമ്പോഴല്ല, ഏറ്റവും മോശം സമയത്ത് അതേപോലെ പാളിയിരിക്കുന്ന ഒരാളെ കാണുമ്പോഴാണ്. നിങ്ങൾ രണ്ടും എന്താ ചിരിച്ചോണ്ടിരിക്കുന്നേ? എണീറ്റ് രണ്ടുപേരും. बड़े हो गए। ഇവിടെയോ? അജോ തോമസ്. നിങ്ങൾ വരയ്ക്കുന്നില്ലേ? വരയ്ക്കോ? എന്നാ രണ്ടുപേരും ഇരുന്നേ. अच्छा, ये एक इनका है, एक इनका है। മെരുട്ടിയുടെ ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളില്? അടിപൊളിയായിരുന്നു അമ്മേ. ഡ്രോയിങ്ങിൽ ഞാനായിരുന്നു ഫസ്റ്റ്. ടീച്ചർ എനിക്ക് ഫുൾ സ്റ്റാർ തന്നു. അതെ, എനിക്ക് വിഷ്ണു രാധാകൃഷ്ണൻ ഒരു ഫ്രണ്ടിനെയും കിട്ടി. अनु पापा को बना के दिखा रहा। ആദ്യത്തെ ദിവസം തന്നെ വരപ്പാണല്ലോ. ടീച്ചർ പറഞ്ഞു സൂപ്പറാണ്. അവരങ്ങനെ പലതും പറയും, കാരണം അവരൊക്കെ പഠിച്ച് വലിയ ടീച്ചറായി. മോനെ പഠിച്ച് വലിയൊരു എഞ്ചിനീയർ ആവണം, അതിലും ഒരുപാട് വരയ്ക്കാനുണ്ട്. വീട് വരച്ചു. ആ സ്കൂളിൽ എന്നും ഈ വരപ്പ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ये भी उसी वजह से परेशान हो रखा। की टेंशन और की നമ്മൾ ആൾക്കാർ നടത്തുന്ന ഏതെങ്കിലും സ്കൂളിലാക്കാം. അവിടെ ആകുമ്പോ എന്ന് ഈ പ്രാർത്ഥനയും കണക്കുമൊക്കെ പഠിപ്പിക്കും. പ്രാർത്ഥന കണക്കോ? ആ, രണ്ടോ ആരെങ്കിലൊക്കെ പേടിപ്പിച്ചാലല്ലേ പഠിക്കൂ. എടേ, ആ ചെക്കനുമായിട്ടുള്ള കൂട്ടുകെട്ടേ അത്ര ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് മുമ്പ് അവന്റെ മോശം കൂട്ടോട്ടും കണ്ടുപിടിച്ചു. അവനെ കണ്ടിട്ട് പഠിക്കുന്ന കൂട്ടത്തിലൊന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്റെ കൂടെ കൂടിയ നമ്മുടെ മോനെ അത്രയൊക്കെ തന്നെയല്ലേ വരത്തുള്ളൂ. तो अपना बेटा भी तो वैसे ही है। കൂട്ടുകാരൻ വാങ്ങുന്നതിനേക്കാൾ उसे लग रहा है उसकी वजह से हो रहा है। സന്തോഷിക്കാൻ ഒന്നെങ്കിൽ നന്നായി പഠിക്കാൻ ഒരു കൂട്ടുകാരൻ, അല്ലെങ്കിൽ വാശിയോടെ പഠിക്കാൻ ഒരു എതിരാളി. അന്ന് വിഷ്ണുവിൻ്റെ അച്ഛൻ പറഞ്ഞ നമ്മുടെ എതിരാളിയെ കണ്ടുമുട്ടാൻ 4ാം ക്ലാസ് വരെ കാത്തിരിക്കേണ്ടി വന്നു. 4 ബിയിലെ BC വിശ്വം. उसको तो दिखाई भी नहीं दे रहा। ഇവൻ ആര്? സാനിയുടെ ബർത്ത്ഡേക്ക് മുട്ടായി തന്നിരുന്നു. തന്നു. എന്റേത് എനിക്ക് തന്ന. ടീച്ചറിനെ പേടിക്കാതിരിക്കാനുള്ള ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളത് കഴിച്ചു. ഞാനും കഴിച്ചു. ആവശ്യ സമയത്ത് ഉപകരിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. അങ്ങനെ നമ്മളുടെ ഇടയിലേക്ക് വന്നവനാണ് മൂസ. വാപ്പ ഷാർജയിൽ നിന്നുണ്ടെന്ന സ്പെഷ്യൽ ചോക്ലേറ്റ്. ബൈ. മൂസ വന്നതോടുകൂടി നമ്മുടെ ലെവൽ അങ്ങ് മാറി. ചെറിയ കേസുകളുമായി ക്ലാസ് റൂമിൽ സ്ഥിരമായി ഹെഡ് മാസ്റ്റർ റൂമിൽ എത്തി തുടങ്ങി. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ അച്ഛനും തുടങ്ങി. ഇവന്റെ അപ്പൂപ്പനെ വയറിളക്കാൻ കൊടുക്കുന്ന ടാബ്ലറ്റ് ആണ് മുട്ടായി എന്നും പറഞ്ഞ് എന്റെ മകന് എങ്ങനെയുണ്ട് സാർ? अच्छा वाली जो दी थी उसने। എന്റെ മകൻ ക്ലാസ്സിൽ 1ാമനായിട്ട് പഠിക്കുന്ന കുട്ടിയാ. സോറി സാർ, അത് പിള്ളേർ അറിയാതെ. എന്ത് സോറി സാർ? സാറാണ് ഉമ്മാർക്ക് വെള്ളം വെച്ചു കൊടുക്കുന്നത്. സാർ,
उसका पापा ने देखा मूसा का सेम उसके जैसे ही है. അതെ ആ ചെറുക്കൻ്റെ വയറ്റിളക്ക് കയറി തീർന്നിട്ടില്ല. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ വേണ്ട കാര്യങ്ങളൊന്നും അത് ചെയ്തു കൊടുക്കാൻ നോക്ക്. പിന്നെ ഈ മോഹനത്തിൻ്റെ കാര്യം അത് എനിക്ക് വിട്ടാരെ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. വേണ്ട വേണ്ട ആ ചൂരലിന് വേണ്ടി റെസ്റ്റ് എടുക്കാൻ ടൈം ഞങ്ങൾ കൊടുത്തിട്ടേ ഇല്ല. നമ്മളെ ഒന്നും ആർക്കും ഇഷ്ടമല്ല. എന്താണ് നമുക്കെല്ലാരും ഇഷ്ടമല്ലേ? നീ മിണ്ടരുത്. നീ ഒറ്റ ഒരുത്തനെ ഐഡിയ വാങ്ങിച്ചു തന്നത്. ഇതൊക്കെ ഒരു ബ്യൂട്ടി ഒരു ഫ്രണ്ട്ഷിപ്പൂല. അതെ. എടാ നിങ്ങൾ സിപ്പപ്പ് പിടിച്ചിട്ടുണ്ടോ? എന്തോന്ന് സിപ്പപ്പ്? നമുക്കൊന്നും വേണ്ടേ? എടാ സ്കൂളിനകത്തല്ലേ, ഇവിടെ ആരും ഒന്ന് അടിക്കാനാ. എന്നാലും വേണ്ട. എടാ വെറും 50 പൈസയേ ഉള്ളൂ. ഡാ എൻ്റെ ഒറ്റ പൈസയില്ല. എന്തേലും എന്നാ പിന്നെ ഞാൻ തന്നെ ഇന്ന് കൊടുക്കാം. വാ. 50 പൈസ വേണോ 2 റുപ്യയുടെ വേണോ? 2 രൂപയുടെ സ്പെഷ്യല്. അത് പാൽസിപ്പപ്പ്. അതൊന്നും വേണ്ട, 50 പൈസയുടെ മതി. എടാ പാലല്ലേ നല്ലത്? എടാ മണ്ട, പാല് നമ്മൾ ഡെയിലി വീട്ടിൽ കുടിക്കുന്നില്ല. എങ്ങനെ ഉണ്ട്? സൂപ്പർ. സൂപ്പർ. ആ അതാ. ഇതെന്താന്നറിയാവോ? എന്ത്? എടാ ഇത് നല്ല വൃത്തിയായിട്ട് हाँ पहले बच्चों ने भी हमें ऐसे बोलते थे. കണ്ടോ, നമ്മളിത് കുടിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ മരിക്കുന്നില്ല. അതാണ് ഇതിന്റെ ബ്യൂട്ടി. ഇന്ന് ഞാൻ കാശ് കൊടുക്കും, നാളെ മുതൽ നിങ്ങൾ കൊടുക്കണം. കടയിലുള്ള കാശ്. എടാ സ്റ്റാമ്പ് വാങ്ങിക്കാനാണെന്ന് പറഞ്ഞ എല്ലാ ആഴ്ച 2 രൂപ വാങ്ങണം. 1 രൂപ 50 പൈസ പോയാ ബാക്കി 50 പൈസ കിട്ടില്ലേ? അതിലെല്ലാ വെള്ളിയാഴ്ച നമുക്ക് സിബപ്പ് വാങ്ങിച്ച് കുടിച്ചൂടെ? वाह क्या प्लान है. ജീവിതത്തിലെ എല്ലാ സമയത്തും ഈ പാട്ട് ഞങ്ങളോട് ओ बड़े हो गए. ബാക്കി വരുന്ന 2 രൂപ കൂട്ടി 5 ദിവസം വെള്ളിയാഴ്ച നമുക്ക് ഇതുപോലെ കോള വെച്ചു കൊടുത്തു. ഗ്രാഫിന് 40 രൂപയിലേ ആവും. ബാക്കി 10 രൂപ കൂട്ടി വെച്ചാ എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് सारी गलत चीजें सीखते हो उससे. പ്രോജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് 3000 രൂപ കിട്ടൂലേ? शराबी भी लग गए. 500 ആവും. ബാക്കി പൈസക്ക് നമുക്ക് എടുത്തൂടെ? അതല്ലേ അതിൻ്റെ ഒരു ബ്യൂട്ടി. പക്ഷേ ഞങ്ങളുടെ ലൈഫിലെ യഥാർത്ഥ ബ്യൂട്ടി ന്യൂ അഡ്മിഷൻ ഡെയ്സി. ओह चश्मिश को देखो. इसी को स्टार कर रहे हैं. दोनों उसी के पीछे पीछे घूमने लगे. वो कैसे देख रहे हैं ऊपर से. वो भी वही ट्राई कर रहे हैं बलून को फुलाने का. उसी को देखते रहते हो ग्लास में. തമ്മിൽ അടി കൂടാതെ ആദ്യം അവളോട് പോയി ചോദിക്കാൻ. उसने तो वो भी सीख लिया.